ഹായ് ഓൾ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ക്ലിനിക്കൽ ഫാർമസിയിലെ ടോപ്പിക് ആയിട്ടുള്ള ഡ്രഗ് ആൻഡ് പോയിസൺ ഇൻഫർമേഷൻ സർവീസസിനെ പറ്റിയിട്ടാണ്. സോ ഫസ്റ്റ്, എന്താണ് ഡ്രഗ് ഇൻഫർമേഷൻ സർവീസസ്? It is an activity undertaken by pharmacists. It provides in-depth, unbiased source of crucial drug information to meet needs of practicing physician, pharmacists, and other healthcare പ്രൊഫഷണൽസ്. സോ ഡ്രഗ് ഇൻഫർമേഷൻ സർവീസസ് എന്ന് പറയുന്നത് ഫാർമസിസ്റ്റ് ആണ് നൽകുന്നത്. അത് ഒരു ഡ്രഗിനെ പറ്റിയുള്ള ഇൻ ഡെപ്ത് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ഡ്രഗ് ഇൻഫർമേഷൻ സർവീസസ് എന്ന് പറയുന്നത്. സോ ഇമ്പോർട്ടൻസ് ഓഫ് ഡ്രഗ് ഇൻഫർമേഷൻ സർവീസസ് ഓർ ഡ്രഗ് ഇൻഫർമേഷൻ സെന്റർ. ഡ്രഗ് ഇൻഫർമേഷൻ സെന്റർ ആണ് DIC എന്ന് പറയുന്നത്. സോ എന്താണ് ഡ്രഗ് ഇൻഫർമേഷൻ സെന്ററിന്റെ ഇമ്പോർട്ടൻസ്? ഫസ്റ്റ് വൺ ഈസ് നമ്പർ ഓഫ് ഡ്രഗ്സ് ഇൻ ഇന്റർനാഷണൽ മാർക്കറ്റ് ഹാസ് ഇൻക്രീസ്ഡ്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ നമ്പർ ഓഫ് ഡ്രഗ്സ് വളരെ കൂടുതലായതുകൊണ്ട് ഓരോ ഡ്രഗിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിൽ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. രണ്ടാമത്തത്, ന്യൂവർ ഡ്രഗ്സ് ആർ മോർ പൊട്ടന്റ് ആൻഡ് കോംപ്ലക്സ് സെലക്റ്റീവ് ഫോർമുലേഷൻസ്. പുതിയ പുതിയ ഡ്രഗ്സ് നമ്മുടെ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നത് വളരെ പൊട്ടന്റ് ആണ്. അതുപോലെ തന്നെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള ഫോർമുലേഷൻസ് ഇന്ന് അവൈലബിൾ ആണ്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് അപ് ടു ഡേറ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ലിറ്ററേച്ചർ കവേഴ്സ് വൈഡ് റേഞ്ച് ഓഫ് ഇൻഫർമേഷൻ. ഒരു ലിറ്ററേച്ചർ ഒക്കെ എടുത്താൽ വൈഡ് റേഞ്ച് ഓഫ് ഇൻഫർമേഷൻ കവർ ചെയ്യുന്നതുകൊണ്ട് ഒരു ഡ്രഗ് ഇൻഫർമേഷൻ സർവീസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ക്വിക്ക് റെഫറൻസ് ടു ഫാർമക്കോപ്പി ഓർ ഫോർമുലറി ഈസ് നോ ലോങ്ങർ സഫിഷ്യന്റ്. ഒരു ഡ്രഗിനെ പറ്റി അറിയണമെങ്കിൽ നമ്മൾ ആദ്യം ഫാർമക്കോപ്പി അല്ലെങ്കിൽ ഫോർമുലറി ആണ് നോക്കുക. പക്ഷെ ഇന്ന് ഇത്രയും ഡ്രഗ്സ്, പുതിയ പുതിയ ഡ്രഗ്സ് അവൈലബിൾ ആവുന്ന കണ്ടീഷൻസിൽ പെട്ടെന്ന് ഒരു ഡ്രഗിനെ കുറിച്ച് അറിയാൻ വേണ്ടി ഫാർമക്കോപ്പി അല്ലെങ്കിൽ ഫോർമുലറി നോക്കുന്നത് അത്ര കൺവീനിയന്റ് അല്ല. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഒരു ഡ്രഗ് ഇൻഫർമേഷൻ സെന്റർ ഉള്ളത് വളരെ ഹെൽപ്ഫുൾ ആണ്. ദ നെക്സ്റ്റ് വൺ ഈസ് പ്രൊഫഷണൽസ് നീഡ് ടു ഇവാലുവേറ്റ് ഇൻഫർമേഷൻ ടു ഇൻട്രൊഡ്യൂസ് ന്യൂ ഡ്രഗ് ഇൻ ടു പ്രാക്ടീസ്. അതായത് ക്ലിനിക്കൽ ട്രയൽ ഒക്കെ കഴിഞ്ഞ് പുതിയൊരു ഡ്രഗ് പ്രാക്ടീസിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു ഡ്രഗ് മാർക്കറ്റിലേക്ക് അവൈലബിൾ ആവുമ്പോൾ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് അതിന്റെ ഇൻഫർമേഷൻസ് ഇവാലുവേറ്റ് ചെയ്യാനും ഡ്രഗ് ഇൻഫർമേഷൻ സെന്റേഴ്സ് ഹെൽപ്ഫുൾ ആണ്. സോ എന്തൊക്കെയാണ് ഡ്രഗ് ഇൻഫർമേഷൻ സെന്ററിന്റെ യൂസസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? ഒന്ന്, number of drugs in international market has increased. Newer drugs are more potent and more complex selective formulations are now available. Then literature covers wide range of information. Quick reference to pharmacopoeia or formulary is no longer sufficient and professional needs to evaluate informations to introduce new drug to practice. Next one is what are the sources of drug information? എവിടെ നിന്നാണ് ഈ ഡ്രഗ് ഇൻഫർമേഷൻസ് അവൈലബിൾ ആവുന്നത്? മെയിൻലി 3 സോഴ്സസ് ആണുള്ളത്. പ്രൈമറി സോഴ്സ്, സെക്കൻഡറി സോഴ്സ് ആൻഡ് ടെർഷ്യറി സോഴ്സ്. ഇങ്ങനെ 3 തരം സോഴ്സസ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രൈമറി റിസോഴ്സസ് എന്ന് പറയുന്നത്. പ്രൈമറി റിസോഴ്സസ് എന്നാൽ അത് ഓതേഴ്സ് ആണ് നടത്തുന്നത്. ഇറ്റ് ഈസ് അണ്ടർടേക്കൺ ബൈ ഓതേഴ്സ് വിത്തൗട്ട് ആക്സസ് ബൈ എ സെക്കൻഡ് പാർട്ടി. അതായത് ഒരാളിപ്പോ ഒരു റിസർച്ച് ചെയ്തു, ആ റിസർച്ച് ചെയ്ത വ്യക്തി തന്നെ അത് പബ്ലിഷ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് പ്രൈമറി റിസോഴ്സസ് എന്ന് പറയുന്നത്. സോ ആരാണോ അതിന്റെ ഓതർ അയാൾ മാത്രമാണ് അതിൻ്റെ അത് ആക്സസ് ഉള്ളൂ. വേറൊരാൾക്ക്, ഒരു സെക്കൻഡ് പാർട്ടിക്ക് അതിൻ്റെ അത് ആക്സസ് ഇല്ല. ഇറ്റ് ഇൻക്ലൂഡ്സ് റിസൾട്ട്സ് ഓഫ് റിസർച്ച് അറ്റ് ഓൾ ലെവൽസ്. അതായത് മോളിക്കുലാർ സയൻസ് തൊട്ട് കൺട്രോൾഡ് ക്ലിനിക്കൽ ട്രയൽ വരെയുള്ള എല്ലാ ലെവലിലെ റിസർച്ചിന്റെ റിസൾട്ട്സും പ്രൈമറി റിസോഴ്സിൽ വരുന്നതാണ്. അതായത് ക്ലിനിക്കൽ ട്രയലിലെ റിസൾട്ട്സ് ആവാം, അല്ലെങ്കിൽ സാധാ ഒരു ആനിമൽ റിസർച്ച് നടത്തിയ ഇൻഫർമേഷൻ ആവാം ഒരു ഡ്രഗിനെ പറ്റി. അതെല്ലാം പ്രൈമറി റിസോഴ്സസിലാണ് കവർ ചെയ്യുന്നത്. പബ്ലിഷ്ഡ് പ്രിൻസിപ്പലി ഇൻ സയന്റിഫിക് ജേർണൽസ് ആസ് റിസർച്ച് റിസൾട്ട്, കൺസൈൻസ് റിപ്പോർട്ട് ആൻഡ് ലെറ്റേഴ്സ് ടു എഡിറ്റർ. ഈ പ്രൈമറി റിസോഴ്സസ് എല്ലാം തന്നെ സയന്റിഫിക് ജേർണൽസിൽ പബ്ലിഷ് ചെയ്ത റിസർച്ച് റിസൾട്ട്സ് ആവാം, അല്ലെങ്കിൽ കൺസൈസ് റിപ്പോർട്ട്സ് ആവാം, അതല്ലെങ്കിൽ എഡിറ്ററിനുള്ള ലെറ്റേഴ്സ് ആവാം. ഇതെല്ലാം പ്രൈമറി റിസോഴ്സസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ എന്താണ് പ്രൈമറി റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പാർട്ടിക്ക് ആക്സസ് ഇല്ലാത്ത ഓതർ തന്നെ നടത്തുന്ന റിസോഴ്സ്
ഓതർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ആണ് പ്രൈമറി റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇത് കറന്റ് ഡ്രഗ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യും. അതായത് ഇപ്പോ ഒരു ക്ലിനിക്കൽ ട്രയൽ നടക്കുന്ന ഡ്രഗിനെ കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ അതിന്റെ ഓതർ അല്ലെങ്കിൽ ആ ക്ലിനിക്കൽ ട്രയൽ നടത്തുന്ന വ്യക്തി ഒരു റിസർച്ച് പബ്ലിക്കേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഡ്രഗിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ കിട്ടും. സോ ഇത് കറന്റ് ഡ്രഗ് ഇൻഫർമേഷൻസ് ആണ് പ്രൈമറി റിസോഴ്സസ് നൽകുന്നത്. അതുപോലെ തന്നെ എല്ലാ റിസർച്ച് ലെവലിലുമുള്ള റിസൾട്ട്സ് പ്രൈമറി റിസോഴ്സസിലാണ് വരുന്നത്. അതായത് മോളിക്കുലാർ സയൻസ് തൊട്ട്, അതായത് ഒരു ഡ്രഗ് മോളിക്യൂള് സ്ട്രക്ചറൽ എലൂസിഡേഷൻ നടത്തി അല്ലെങ്കിൽ ഒരു റിസപ്റ്ററുമായിട്ട് ബൈൻഡിങ് നടക്കുന്നുണ്ടോ എന്നൊക്കെ കണ്ടുപിടിച്ച് ആനിമൽസിൽ ടെസ്റ്റ് ചെയ്ത് ക്ലിനിക്കൽ ട്രയലിലെത്തി അതിൽ ഈ സ്റ്റെപ്സിൽ ഏത് സ്റ്റെപ്പിലുള്ള ഇൻഫർമേഷൻ ആണെങ്കിലും അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈമറി റിസോഴ്സസിലാണ്. Then these results are published principally in scientific journals as research results, consigns, reports and letters to editors. അപ്പൊ ഇതൊക്കെയാണ് പ്രൈമറി റിസോഴ്സസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇൻ ഷോർട്ട് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജേർണൽസിലൊക്കെ അവൈലബിൾ ആവുന്ന റിസർച്ച് റിപ്പോർട്ട്സ്, റിസർച്ച് റിസൾട്ട്സ് അല്ലെങ്കിൽ റിപ്പോർട്ട്സ് ആണ് പ്രൈമറി റിസോഴ്സസിൽ വരുന്നത്. ഇതിന് എക്സാമ്പിൾസ് ആണ് ആർട്ടിക്കിൾ പബ്ലിഷ്ഡ് ഇൻ ജേർണൽസ്, എക്സാമ്പിൾ ന്യൂ ഇംഗ്ലണ്ട് ജേർണൽ ഓഫ് മെഡിസിൻ. അതല്ലെങ്കിൽ തീസിസ് ആവാം, PhD തീസിസോ അല്ലെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ്, ഗ്രാജുവേറ്റ് ലെവൽ തീസിസോ. ഒരു ഡ്രഗിനെ പറ്റി ചെയ്യുവാണെങ്കിൽ അത് പ്രൈമറി റിസോഴ്സസിലാണ് വരിക. ദെൻ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ റിപ്പോർട്ട്സ് കോൺട്രിബ്യൂട്ടഡ് ടു ഫാർമക്കോ വിജിലൻസ് സെന്റർ. ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡ്രഗ്സിന്റെ ഒക്കെ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ഫാർമക്കോ വിജിലൻസ് വഴി ചെയ്യാറുണ്ട്. അപ്പൊ ആ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ റിപ്പോർട്ട്സ് വരുന്നതും പ്രൈമറി റിസോഴ്സസിലാണ്. നെക്സ്റ്റ് ഇസ് ദ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് പ്രൈമറി റിസോഴ്സസ്. ഫസ്റ്റ് വൺ ഇസ് അഡ്വാൻറ്റേജസ്. എന്തൊക്കെയാണ് പ്രൈമറി റിസോഴ്സസിന്റെ അഡ്വാൻറ്റേജസ്? നമ്മൾ പറഞ്ഞു പ്രൈമറി റിസോഴ്സസ് എന്ന് പറയുന്നത് ഒരു ജേർണലിൽ പബ്ലിഷ് ചെയ്ത റിസൾട്ട്സ് ആണ്. അതായത് ഇപ്പോൾ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രഗിനെ പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിനിക്കൽ ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡ്രഗിനെ പറ്റി ഒരു ജേർണലിൽ പബ്ലിഷ് ചെയ്ത റിസർച്ച് റിസൾട്ട്സ് അല്ലെങ്കിൽ റിപ്പോർട്ട്സ് ആണ് പ്രൈമറി റിസോഴ്സസിൽ മെയിൻ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ തീസിസുകളാണ് വരുന്നത്. സോ അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കറന്റ് ആയിട്ടുള്ള ഡ്രഗ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക പ്രൈമറി റിസോഴ്സസിനാണ്. അതുപോലെ തന്നെ പുതിയൊരു ഡ്രഗിനെ പറ്റിയുള്ള ഇൻഫർമേഷന്റെ ഒരേ ഒരു സോഴ്സും പ്രൈമറി റിസോഴ്സസ് ആണ്. മെനി ആർട്ടിക്കിൾസ് അണ്ടർഗോ പിയർ റിവ്യൂ പ്രോസസ്. പിയർ റിവ്യൂ പ്രോസസ് നടക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചൊരു ജെന്യുവൻ ആയിട്ടുള്ള റിസൾട്ട്സ് ആയിരിക്കും നല്ല നല്ല ആർട്ടിക്കിൾസിൽ പബ്ലിഷ് ചെയ്യുന്ന റിസർച്ച് റിസൾട്ട്സ്. സോ ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഏറ്റവും കറന്റ് ആയിട്ടുള്ള ഡ്രഗ് ഇൻഫർമേഷൻസ് പ്രൈമറി റിസോഴ്സസ് വഴി കിട്ടും. അതുപോലെ തന്നെ ഏറ്റവും പുതിയൊരു ഡ്രഗിന്റെ ഇൻഫർമേഷൻ കിട്ടാനുള്ള ഒരേ ഒരു സോഴ്സ് പ്രൈമറി റിസോഴ്സ് ആണ്. ദെൻ ഈ പ്രൈമറി റിസോഴ്സസ് വരുന്ന പല ജേർണൽസും പിയർ റിവ്യൂഡ് ആയതുകൊണ്ട് കുറച്ചുകൂടി ജെന്യുവൻ ആയിട്ടുള്ള റിസൾട്ട്സ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആയിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് ഡിസ്അഡ്വാൻറ്റേജസ്. ഡിസ്അഡ്വാൻറ്റേജസിൽ വരുന്നത് മിസ്ലീഡിംഗ് കൺക്ലൂഷൻ ബേസ്ഡ് ഓൺ വൺ ട്രയൽ. എല്ലാ റിസർച്ചസും ഒന്നിൽ കൂടുതൽ ട്രയൽസ് നടത്തി കൺഫേം ചെയ്തതാവണമെന്നില്ല. അപ്പോൾ മിസ്ലീഡിംഗ് ആയിട്ടുള്ള കൺക്ലൂഷൻസ് വരാം. ഒറ്റ ട്രയലിനെ ബേസ് ചെയ്തുള്ള റിസൾട്ട്സ് ഒക്കെ ആണെങ്കിൽ മിസ്ലീഡിംഗ് ആയിട്ടുള്ള കൺക്ലൂഷൻസ് വരാം. വോളിയം ഓഫ് ലിറ്ററേച്ചർ ഇവാലുവേറ്റ് ചെയ്യാൻ ഒരുപാട് സമയം ആവശ്യം വരും. അതുപോലെ തന്നെ കപ്പാസിറ്റി വളരെ ലിമിറ്റഡ് ആണ്. ഇന്റർപ്രറ്റ് ചെയ്യാൻ വളരെ കോംപ്ലക്സും ഹാർഡുമായിരിക്കും. കറന്റ് ഇൻഫർമേഷൻ നീഡ് ടൈം ടു അക്സെപ്റ്റൻസ് ത്രൂ മെഡിക്കൽ കമ്മ്യൂണിറ്റി. അതായത് ഒരു റിസർച്ച് അല്ലെങ്കിൽ ഒരു തീസിസ് ചെയ്തു, ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ PhD ലെവലിൽ ഒരു തീസിസ് ചെയ്ത് അത് ആ കിട്ടിയ ഇൻഫർമേഷൻ മെഡിക്കൽ കമ്മ്യൂണിറ്റി അക്സെപ്റ്റ് ചെയ്യാനായിട്ട് വളരെ സമയമെടുക്കും. സോ ഇതൊക്കെ ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ടാണ് വരുന്നത് പ്രൈമറി റിസോഴ്സസിന്റെ. ഏറ്റവും പുതിയൊരു ഡ്രഗിന്റെ ഇൻഫർമേഷൻ കിട്ടും എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണെങ്കിലും അതിൻ്റെ അകത്ത് ചിലപ്പോൾ ആ കൺക്ലൂഷൻസ് വളരെ ആക്യുറേറ്റ് ആവണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ ഈ ലിറ്ററേച്ചേഴ്സ് എല്ലാം ഇവാലുവേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം, ലിമിറ്റഡ് കപ്പാസിറ്റി, കോംപ്ലക്സ് ആൻഡ് ഹാർഡ് ടു ഇന്റർപ്രറ്റ് റിസൾട്ട്സ് ആൻഡ് കറന്റ് ഇൻഫർമേഷൻ നീഡ് ടൈം ഫോർ അക്സെപ്റ്റൻസ് ത്രൂ മെഡിക്കൽ കമ്മ്യൂണിറ്റി. ഇതൊക്കെയാണ് ഡിസ്അഡ്വാൻറ്റേജസിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സെക്കൻഡറി റിസോഴ്സസ്. എന്തൊക്കെയാണ് സെക്കൻഡറി റിസോഴ്സസ് എന്ന് പറയുന്നത്? അപ്പോൾ ഏറ്റവും റിസർച്ച് ചെയ്ത് വരുന്ന ക്രൂഡ് ആയിട്ടുള്ള ഡേറ്റ വരുന്നതാണ് പ്രൈമറി റിസോഴ്സസിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഈ സെക്കൻഡറി റിസോഴ്സസ്. സെക്കൻഡറി റിസോഴ്സസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പ്രൈമറി റിസോഴ്സിൽ നിന്ന് അവൈലബിൾ ആവുന്ന ഡേറ്റയുടെ റിവ്യൂസ് ആവാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് നോളജ് സിസ്റ്റം വഴി കിട്ടുന്ന ഡേറ്റ ആവാം. ഇതെന്ന് പറയുന്നത്, ഇതിന്റെ ഒറിജിനാലിറ്റി എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് പാർട്ടി ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഓതറിന്റെ മാത്രം ഇതിലല്ല,
സെക്കൻഡറി സോഴ്സസ് വരുന്നത്. അതൊരു സെക്കൻഡ് പാർട്ടി ഇവാലുവേറ്റ് ചെയ്ത് ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയ റിസൾട്ട്സ് ആണ് സെക്കൻഡറി സോഴ്സസിൽ വരുന്നത്. ഈ സെക്കൻഡറി സോഴ്സസും റെഗുലർലി അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതായത് മെയിൻലി സെക്കൻഡറി സോഴ്സസിൽ ഇലക്ട്രോണിക് നോളജ് ആണ്. ഈ മെഡ്ലൈൻ, മൈക്രോമെഡക്സ് പോലത്തെ സോഴ്സസ് ആണ് അവൈലബിൾ ആവുന്നത്. സോ അതൊക്കെ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇത് മോഡിഫൈഡും റീഅറേഞ്ച്ഡ് ഫോമിലും ആയിരിക്കും. അപ്പൊ പ്രൈമറി റിസോഴ്സസിനേക്കാൾ കുറച്ചുകൂടി അക്സെപ്റ്റബിൾ ആയിട്ട് വരിക സെക്കൻഡറി സോഴ്സസ് ആണ്. ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ലെക്സിസ് നെക്സിസ് പോലത്തെ റിവ്യൂ ആർട്ടിക്കിൾസ്, ദെൻ മെഡ്ലൈൻ, ഡ്രഗ് ടെക്സ്, മൈക്രോമെഡക്സിന്റെ ഡ്രഗ് ടെക്സ്, അതല്ലെങ്കിൽ ഇന്റർനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ അബ്സ്ട്രാക്ട്സ് ഒക്കെ സെക്കൻഡറി സോഴ്സസിലാണ് വരുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് പ്രൈമറി ലിറ്ററേച്ചറിലേക്ക് ക്വിക്ക് ആക്സസ് ഉണ്ടാവും. അതുപോലെ തന്നെ പ്രൈമറി റിസോഴ്സസ് ഈ ആർട്ടിക്കിൾസ് റെഫർ ചെയ്യാറുണ്ട്. അവരുടെ ഇപ്പൊ ഒരു തീസിസ് നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ നേരത്തെ ഈ സെക്കൻഡറി സോഴ്സസ് ഒക്കെ നമ്മൾ റെഫർ ചെയ്യാറുണ്ട്. ദെൻ ജേർണൽ റിസോഴ്സസ് എന്ന് പറയുന്നത് പിയർ റിവ്യൂഡും ഹൈ സ്റ്റാൻഡേർഡ് ഉള്ളതും ആയിരിക്കും. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഈച്ച് ഡേറ്റാബേസ് ഈസ് ഡിഫറെന്റ് ഇൻ ദ ടൈം ബിറ്റ്വീൻ പബ്ലിക്കേഷൻ ആൻഡ് അഡീഷൻ ഇൻ ടു ദ സെക്കൻഡറി സോഴ്സസ്. പബ്ലിക്കേഷനും സെക്കൻഡറി സോഴ്സസിലേക്ക് ആഡ് ചെയ്യുന്നതും തമ്മിലുള്ള ടൈമിൽ വരുന്ന ഡിഫറൻസ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് ജേർണൽസ് ആർ ഡിഫറെന്റ് ഇൻ ഈച്ച് സിസ്റ്റം ഡിപ്പെൻഡ് ഓൺ അവൈലബിൾ ഡേറ്റാബേസ്. നെക്സ്റ്റ് വൺ ഈസ് ബിക്കോസ് ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ വൺ മസ്റ്റ് ബി പ്രൊഫിഷ്യന്റ് ഇൻ സെർച്ചിങ് ഓഫ് യൂസ്ഫുൾ ഇൻഫർമേഷൻ നീഡഡ്. സോ നെക്സ്റ്റ് വൺ ഈസ് ടെർഷറി റിസോഴ്സസ്. എന്തൊക്കെയാണ് ടെർഷറി റിസോഴ്സസ് എന്ന് പറയുന്നത്? പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി പബ്ലിഷ്ഡ് ലിറ്ററേച്ചേഴ്സിന്റെ സമ്മറിയാണ് ടെർഷറി സോഴ്സസ് വരുന്നത്. അതായത് ഇത് കുറച്ചുകൂടി ആക്യുറേറ്റ് ആവുക ചെയ്യുന്നത്. പ്രൈമറിയിലും സെക്കൻഡറിയിലും പബ്ലിഷ് ചെയ്ത ലിറ്ററേച്ചറിനെ സമ്മറൈസ് ചെയ്തതാണ് ടെർഷറി സോഴ്സസ് എന്ന് പറയുന്നത്. ഇത് വളരെ ഫ്രീക്വന്റ് ആയിട്ട് റിവൈസ് ചെയ്യാറില്ല. മെയിൻലി ടെർഷറി റിസോഴ്സസിൽ വരുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്സ് ഒക്കെയാണ്. അപ്പൊ അത് ലെസ് ഫ്രീക്വന്റ് ആയിട്ടാണ് റിവൈസ് ചെയ്യാറ്. ഇത് കൂടുതൽ കോംപ്രഹെൻസീവ് ആണ്. തറവ് ആയിട്ടുള്ള റിവ്യൂവും എഡിറ്റിംഗ് പ്രോസസ്സും നടക്കുന്നുണ്ട്. ഡ്രഗ് ഇൻഫർമേഷൻ ഈസ് കളക്ടഡ് ഫ്രം primary and secondary sources and organized in a manner to represent a composite of available information. So എന്തൊക്കെയാണ് ടെർഷറി സോഴ്സസിൽ വരുന്നത്? സമ്മറീസ് ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി പബ്ലിഷ്ഡ് ലിറ്ററേച്ചേഴ്സ്. ഇറ്റ് ഈസ് റിവൈസ്ഡ് ലെസ് ഫ്രീക്വന്റ്ലി. ഇറ്റ് ഈസ് മോർ കോംപ്രഹെൻസീവ്. thorough review and editing process occurs than secondary resources. Drug information is collected from primary and secondary sources and organized in a manner to represent a composite of available information. അപ്പോൾ ടെർഷറി റിസോഴ്സസിൽ വരുന്നത് സാധാരണ ടെക്സ്റ്റ് ബുക്സ് ഒക്കെയാണ്. എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത് എൻസൈക്ലോപീഡിയ, ഡിക്ഷണറീസ്, ടെക്സ്റ്റ് ബുക്ക്, ഗൈഡ്സ്, ഒഫീഷ്യൽ ഫാർമക്കോപ്പിയാസ് ലൈക്ക് ബ്രിട്ടീഷ് ഫോർമുലറീസ്, US ഫാർമക്കോപ്പിയ, ഇന്ത്യൻ ഫാർമക്കോപ്പിയ, ബ്രിട്ടീഷ് നാഷണൽ ഫോർമുലറി ഒക്കെയാണ് ടെർഷറി സോഴ്സസിൽ വരുന്നത്. നെക്സ്റ്റ് ഇസ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ടെർഷറി സോഴ്സസ്. ഫസ്റ്റ് വൺ ഈസ് അഡ്വാൻറ്റേജ്. ഇറ്റ് ഈസ് കൺവീനിയൻസ് ആൻഡ് ആക്സസബിൾ, fast and easy to use, citation to primary and secondary sources, information is well accepted in medical practices. So advantages എന്ന് പറയുന്നത് ഇത് മെയിൻലി തറവായിട്ട് ചെക്ക് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത ഇൻഫർമേഷൻസ് ആയതുകൊണ്ട് കൂടുതൽ കൺവീനിയന്റ് ആണ്, കൂടുതൽ അക്സെപ്റ്റഡ് ആണ് മെഡിക്കൽ പ്രാക്ടീസസിൽ. ദെൻ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇതിന് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നടക്കുന്നില്ല. അതായത് ഇപ്പൊ ഒരു പുതിയ ഇൻഫർമേഷൻ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ അകത്ത് എൻറ്റർ ചെയ്തിട്ടുണ്ടാവില്ല. സോ ലെസ് കറന്റ് ഇൻഫർമേഷൻ ആണ്. ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ ഡ്യൂ ടു സ്പേസ് റെസ്ട്രിക്ഷൻ ആൻഡ് ഇൻകംപ്ലീറ്റ് ലിറ്ററേച്ചർ സെർച്ച് ബൈ ഓതർ. ഇപ്പൊ ഒരു ടെക്സ്റ്റ് ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്കിന്റെ ഓതർ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ലിറ്ററേച്ചർ സെർച്ച് ആണ് നടത്തിയതെങ്കിൽ ഇൻഫർമേഷൻ വളരെ കുറവായിരിക്കും, ഇൻകംപ്ലീറ്റ് ആയിരിക്കും ഇൻഫർമേഷൻ. അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരാം. Then possible errors in translation, human bias, incorrect interpretation of information or lack of capability of authors. അതായത് ഈ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ടെർഷറി റിസോഴ്സസിൽ വരുന്ന മെറ്റീരിയൽസ്, ഡിക്ഷണറീസ് ആവാം, എൻസൈക്ലോപീഡിയ ആവാം, ടെക്സ്റ്റ് ബുക്ക് ആവാം, ഇതിന്റെയൊക്കെ ഓതേഴ്സിന്റെ കേപ്പബിലിറ്റി കുറവ് കാരണം അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഇൻകറക്റ്റ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്തത് മൂലമൊക്കെ എറേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ് ടെർഷറി റിസോഴ്സസിൽ. നെക്സ്റ്റ് ഈസ് എങ്ങനെയാണ് ഡ്രഗ് ഇൻഫർമേഷൻ സർവീസിൽ ഒരു ക്വറി എടുക്കുന്നത്?
അതായത് ഇപ്പൊ ഒരു ഡ്രഗിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമാണ്, ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിന് ആവശ്യമാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആ ക്വറി എടുക്കുന്നത്, അതിനുള്ള സ്റ്റെപ്സ് ആണ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്. അതിൽ ബേസിക് സ്റ്റെപ്സ് ആണ്, 8 സ്റ്റെപ്സ് ആണുള്ളത്. റിക്വസ്റ്റർ ഡീറ്റെയിൽസ്, ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, refine and categorize the question, develop a strategy and conduct search, interpret data, formulate or provide a response, follow up and document that outcome, and quality assurance. First one is requester details. Requester details വരുന്നത് ആർക്കാണോ നമുക്ക് ഈ ഡ്രഗിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ആവശ്യമുള്ളത് ആ വ്യക്തിയുടെ ഡീറ്റെയിൽസ് ആണ് അവിടെ വരുന്നത്. സോ ഡ്രഗ് ഇൻഫർമേഷൻ എൻക്വയറി എന്ന് പറയുന്നത് നമ്മുടെ ഒരു പേഷ്യന്റിന് ഒരു പുതിയ ഡ്രഗ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രിസ്ക്രൈബർ ഒരു പുതിയ ഡ്രഗ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രിസ്ക്രൈബറിന് എങ്ങനെയാണ് ആ തെറാപ്പി ഒരാളിൽ മാനേജ് ചെയ്യേണ്ടത്, അതിന് എന്തെങ്കിലും അൺയൂഷ്വൽ അഡ്വേഴ്സ് ഇഫക്ട്സ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്ററാക്ഷൻസ് ഉണ്ടോ, ഒരു പുതിയ ഡ്രഗ് ആവുമ്പോൾ ഇതൊക്കെ പ്രിസ്ക്രൈബർ അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഡ്രഗ് ഇൻഫർമേഷൻ ക്വറി നടത്തുന്നത്. അതിലെ ബേസിക് സ്റ്റെപ്പിൽ ഫസ്റ്റ് വൺ ആണ് റിക്വസ്റ്റർ ഡീറ്റെയിൽ. റിക്വസ്റ്റർ ഡീറ്റെയിലിൽ എൻക്വയറി നടത്തുന്ന വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്യുക, അതായത് അയാളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ആണ്. ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കൂടുതൽ ക്ലിനിക്കൽ ഫാർമസി എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഒരു ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്നത് മാക്സിമം ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. സോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ ഒരു പ്രിസ്ക്രൈബർ ഒരു പുതിയ ഡ്രഗ് പ്രിസ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ ആ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ നമുക്ക് ഏജ്, ഒരാളുടെ മെഡിക്കൽ കണ്ടീഷൻ, എന്തെങ്കിലും ലിവർ ഫംഗ്ഷൻ, റീനൽ ഫംഗ്ഷനിലൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡ്രഗ്സ്, ട്രഡീഷണൽ ഡ്രഗ്സ് ആവാം, ഹോമിയോപ്പതിക് ഡ്രഗ്സ് ആവാം, എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഇൻഫർമേഷൻ, എന്തെങ്കിലും അലർജിക് റിയാക്ഷൻസിന്റെ ഹിസ്റ്ററി ഉണ്ടോ എന്ന് അറിയണം, പ്രഗ്നന്റ് ആണെങ്കിൽ ഏത് സ്റ്റേജ് ഓഫ് പ്രഗ്നൻസി ആണെന്ന് അറിയണം. ഇതൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിൽ വരിക. അതായത് അതൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് അതനുസരിച്ച് ഡ്രഗിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റൂ. ഇപ്പൊ പ്രഗ്നൻസിയിൽ കൊടുക്കേണ്ട ഒരു ഡ്രഗിനെ പറ്റിയാണ് ഇൻഫർമേഷൻ ആവശ്യമെങ്കിൽ ഏത് സ്റ്റേജ് ഓഫ് പ്രഗ്നൻസി ആണെന്ന് അറിഞ്ഞിരിക്കണം, വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉള്ള പ്രഗ്നൻസി ആണോ എന്ന് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡ്രഗ് ഇൻഫർമേഷൻ നൽകാൻ സാധിക്കുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ വളരെ ആവശ്യമാണ്. സോ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിൽ എന്തൊക്കെയാണ് വരുന്നത്, ഏജ്, മെഡിക്കൽ കണ്ടീഷൻ, ലിവർ, കിഡ്നി ഫംഗ്ഷൻ ഒക്കെ എങ്ങനെയാണെന്നുള്ളത്, എന്തൊക്കെ റിലവന്റ് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്, അത് ട്രഡീഷണൽ ഡ്രഗ്സ് ആവാം, ആയുർവേദിക്, ഹോമിയോപ്പതിക്, സിദ്ധ, യുനാനി, ഏതെങ്കിലും കാറ്റഗറി ഓഫ് ഡ്രഗ്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്, എന്തെങ്കിലും അലർജിക് റിയാക്ഷൻസ് ഉണ്ടോ എന്നുള്ളത്, എൽഡർലി അല്ലെങ്കിൽ പീഡിയാട്രിക് പേഷ്യന്റ് ആണോ എന്നുള്ളത്, ദെൻ ഏത് സ്റ്റേജ് ഓഫ് പ്രഗ്നൻസിയിലാണെന്നുള്ളതൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിൽ കവർ ആവുക. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് റിഫൈൻ ആൻഡ് കാറ്റഗറൈസ് ദ ക്വസ്റ്റ്യൻ. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഇൻഫർമേഷൻ ആണോ, എന്ത് ഇൻഫർമേഷൻ ആണോ നമുക്ക് വേണ്ടത്, ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള സമയം കുറയ്ക്കാനും അതുപോലെ തന്നെ ആക്യുറസി കൂട്ടാനും വേണ്ടിയിട്ട് ഏത് റിസോഴ്സ് യൂസ് ചെയ്യണം എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ സ്റ്റെപ്പിലാണ്. പ്രൈമറി റിസോഴ്സ് ആണോ, സെക്കൻഡറി റിസോഴ്സ് ആണോ, ടെറിഷറി റിസോഴ്സ് ആണോ കൂടുതൽ സ്യൂട്ടബിൾ എന്ന് നമ്മൾ കാറ്റഗറൈസ് ചെയ്യണം. ക്വസ്റ്റിനെ വെച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് സെർച്ച് പാറ്റേൺസ് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് ഡെവലപ്പ് എ സ്ട്രാറ്റജി ആൻഡ് കണ്ടക്ട് സെർച്ച്. അപ്പൊ നമ്മൾ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് സെർച്ച് നടത്തുകയാണ് വേണ്ടത് നെക്സ്റ്റ് ആയിട്ട്. അതായത് എല്ലാ ഇൻഫർമേഷൻ റിസോഴ്സസും കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് എവിടെയാണോ നമ്മുടെ ഡ്രഗിന്റെ, ഇപ്പൊ ഏറ്റവും പുതിയൊരു ഡ്രഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ വളരെ റീസെന്റ് ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയ ഒരു ഡ്രഗ് ആണെങ്കിൽ നമുക്ക് പ്രൈമറി റിസോഴ്സ് വേണം യൂസ് ചെയ്യാൻ. അതല്ല ഓൾറെഡി യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണെങ്കിൽ നമുക്ക് ടെർഷറി റിസോഴ്സസ് യൂസ് ചെയ്യാം. അത് കൂടാതെ പ്രൈമറി, സെക്കൻഡറി റിസോഴ്സസ് കൂടി നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും കറന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, ഡ്രഗിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ അറിയാൻ വേണ്ടി. സോ ഡെവലപ്പ് എ സ്ട്രാറ്റജി ആൻഡ് കണ്ടക്ട് സെർച്ച് എന്നുള്ളടത്ത് വരുന്നത് നമ്മൾ ഏത് റിസോഴ്സസ് ആണ് യൂസ് ചെയ്യേണ്ട വരിക എന്നുള്ളത് പ്രയോറിറ്റൈസ് ചെയ്യാന്നുള്ളതാണ്. ആദ്യം നമ്മൾ സെർച്ച് ചെയ്യുക ടെർഷറി റിസോഴ്സസിൽ നിന്നാണ്. അപ്പോൾ ബിഗിൻ ദ സെർച്ച് വിത്ത് ടെർഷറി റിസോഴ്സസ്. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് സെക്കൻഡറി ലിറ്ററേച്ചറിലേക്ക് പോകും. ആഡിക്വേറ്റ് ആയിട്ടുള്ള ആൻസർ അവൈലബിൾ ആയില്ലെങ്കിൽ നമ്മൾ അടുത്ത ലിറ്ററേച്ചർ സെർച്ചിലേക്ക് പോകും, അതായത് പ്രൈമറി റിസോഴ്സസിലേക്ക് പോവുകയാണ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇന്റർപ്രറ്റ് ഡേറ്റ. ഇന്റർപ്രറ്റ് ഡേറ്റ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അത് വളരെ
ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കണം. അതായത് നമ്മുടെ ക്വറി എന്താണോ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് ഇന്റർപ്രറ്റ് ഡേറ്റ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പേഷ്യന്റ് അല്ലെങ്കിൽ നമ്മുടെ പോപ്പുലേഷൻ ഇത് റിലവന്റ് ആണോ നമ്മൾ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഡേറ്റനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഫോർമുലേറ്റ് ഓർ പ്രൊവൈഡ് എ റെസ്പോൺസ്. അതായത് നന്നായിട്ട് ക്രിട്ടിക്കലി അനലൈസ് ചെയ്ത ശേഷം ഈ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ എത്രയും വേഗം ഈ ക്വറി ചോദിച്ച വ്യക്തിക്ക് അറിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സോ ദ റെസ്പോൺസ് എന്ന് പറയുന്നത് ടൈംലി ആയിരിക്കണം, അതുപോലെ തന്നെ ഡോക്യുമെന്റഡും ആയിരിക്കണം. അതുപോലെ തന്നെ ഈ ക്വറി ആൻസർ ചെയ്യുമ്പോൾ എന്തായിരുന്നു നമ്മുടെ ക്വറി എന്നുള്ളത് പറഞ്ഞിട്ട് വേണം നമ്മൾ അതിന് കളക്ട് ചെയ്ത് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ. കാരണം അവിടെ ഒരു മിസ് ഇന്റർപ്രിട്ടേഷൻ വന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ ഈസ് ഫോളോ അപ്പ് ആൻഡ് ഡോക്യുമെന്റ് ദ ഔട്ട്കം. അതായത് നമ്മളൊരു ക്വറി ആൻസർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ് ഇൻഫർമേഷൻ സർവീസിന്റെ ഡ്യൂട്ടി കഴിയുന്നില്ല. അത് കഴിഞ്ഞ് ആ ഡ്രഗ് ഇൻഫർമേഷൻ അവൈലബിൾ ആയതിനു ശേഷം ഉള്ള ഫോളോ അപ്പും നടത്തേണ്ടത് അത്യാവശ്യമാണ്. അതായത് വേറെ എന്തെങ്കിലും കോൺസിക്വൻസ് നമ്മൾ കൊടുത്ത അഡ്വൈസ് കാരണം എന്തെങ്കിലും കോൺസിക്വൻസസ് ഉണ്ടായിട്ടുണ്ടോ, എന്തൊക്കെയാണ് പേഷ്യന്റ് ഔട്ട്കംസ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഫോളോ അപ്പ് ആവശ്യമാണ്. അതുപോലെ തന്നെ ഇതെല്ലാം ഡോക്യുമെന്റഡ് ആയിരിക്കണം. ഇനി ഒരു ക്വറി വരുമ്പോൾ എൻക്വയറി വരുമ്പോൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഡോക്യുമെന്റഡും ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ക്വാളിറ്റി അഷുറൻസ്. ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത് ഡ്രഗ് ഇൻഫർമേഷൻ സർവീസിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ക്വാളിറ്റി അഷുറൻസ് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വൺ പോയിസൺ ഇൻഫർമേഷൻ. സോ എന്താണ് ഇപ്പൊ ഡ്രഗ് ഇൻഫർമേഷൻ സർവീസസ് നമ്മൾ കഴിഞ്ഞു. ഡ്രഗ് ഇൻഫർമേഷൻ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രഗിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ, ഇൻഡെപ്ത് ആയിട്ടുള്ള ഇൻഫർമേഷൻ നൽകുന്നതാണ്. 3 തരം റിസോഴ്സസ് ആണുള്ളത്. പ്രൈമറി റിസോഴ്സ്, അതായത് റിസർച്ച് ആർട്ടിക്കിൾസ്, തീസിസ് ഒക്കെയാണ് പ്രൈമറി റിസോഴ്സിൽ വരുന്ന, ജേർണൽസിൽ പബ്ലിഷ് ചെയ്യുന്ന. ദെൻ സെക്കൻഡറി റിസോഴ്സിൽ വരുന്നത് പ്രൈമറി റിസോഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള റിവ്യൂസ് ആവാം. അതൊരു സെക്കൻഡ് പാർട്ടി ഇവാലുവേറ്റ് ചെയ്ത് ഒറിജിനാലിറ്റി ഉറപ്പുവരുത്തിയ റിസൾട്ട്സ് ആണ് സെക്കൻഡറി സോഴ്സസിൽ വരിക. മൈക്രോമെഡെക്സ്, മെഡ്ലൈൻ ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. ദെൻ ടെർഷറി റിസോഴ്സസ്, ടെക്സ്റ്റ് ബുക്സ് പോലത്തെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ് ടെർഷറി റിസോഴ്സസ് എന്ന് പറയുന്നത്. എൻസൈക്ലോപീഡിയ, ഡിക്ഷണറീസ്, ടെക്സ്റ്റ് ബുക്സ് ഒക്കെയാണ് ടെർഷറി റിസോഴ്സസിൽ വരുന്നത്. ദെൻ ഡ്രഗ് ഇൻഫർമേഷൻ ക്വറി ആണ് നമ്മൾ പറഞ്ഞത്. ഒരു എൻക്വയറി ഉണ്ടെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ ഒരു ഡ്രഗ് ഇൻഫർമേഷൻ സെന്ററിൽ ഫോളോ ചെയ്യേണ്ടതെന്നാണ് ഡ്രഗ് ഇൻഫർമേഷൻ എൻക്വയറിയിൽ വന്നത്. 8 സ്റ്റെപ്സ് ആണുള്ളത്. റിക്വസ്റ്റഡ് ഡീറ്റെയിൽസ്, ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, റിഫൈൻ ആൻഡ് കാറ്റഗറൈസ് ദ ക്വസ്റ്റ്യൻ, ഡെവലപ്പ് എ സ്ട്രാറ്റജി ആൻഡ് കണ്ടക്ട് സെർച്ച്, ഇന്റർപ്രറ്റ് ഡേറ്റ, ഫോർമുലേറ്റ് ഓർ പ്രൊവൈഡ് എ റെസ്പോൺസ്, follow up and document the outcome, and quality assurance. Next one is poison information. Poison information എന്ന് പറയുന്നത് പോയിസനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ആണ്. അതായത് ടോക്സിക് സബ്സ്റ്റൻസിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് ആണ് പോയിസൺ ഇൻഫർമേഷൻ സർവീസസിൽ വരുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ ടോക്സിക് ഇഫക്ട് ഓഫ് കെമിക്കൽസ് ആൻഡ് പെസ്റ്റിസൈഡ്സ്, ഹസാഡസ് മെറ്റീരിയൽ സ്പിൽസ്, ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ്, ഓവർഡോസ് of therapeutic medicines, include mushrooms, animal toxin from bites of snakes, spider and other venomous creatures and stings. So poison information കെമിക്കൽസ് ആവാം, പെസ്റ്റിസൈഡ്സ് വഴി ഉണ്ടാവുന്ന ടോക്സിക് ഇഫക്റ്റ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ്, ഹസാഡസ് മെറ്റീരിയൽസിന്റെ സ്പില്ല്, അതും അല്ലെങ്കിൽ മഷ്റൂം, ആനിമൽ ടോക്സിൻസ് ആയ സ്നേക്ക് ബൈറ്റ്, സ്പൈഡർ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബീസ് പോലത്തെ ഓർഗാനിസംസിന്റെ സ്റ്റിങ്സ്, അങ്ങനെയുള്ളതൊക്കെയാണ് പോയിസൺ ഇൻഫർമേഷനിൽ ഇൻക്ലൂഡഡ് ആവുന്നത്. പോയിസൺ ഇൻഫർമേഷൻ സെന്റർ PIC ഈസ് എ സ്പെഷ്യലൈസ്ഡ് യൂണിറ്റ് പ്രൊവൈഡിംഗ് ഇൻഫർമേഷൻ on prevention, early diagnosis and treatment of poisoning and hazardous management. ഡ്രഗ് ഇൻഫർമേഷനേക്കാൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ഒരു ഇതാണ് പോയിസൺ ഇൻഫർമേഷൻ സർവീസസ് എന്ന് പറയുന്നത്. കാരണം ഇത് പോയിസണിങ് അല്ലെങ്കിൽ ഹസാർഡ് മാനേജ്മെന്റിൽ ട്രീറ്റ്മെന്റ്, ഏർലി ഡയഗ്നോസിസ്, പ്രിവെൻഷൻ ഒക്കെ വേണ്ടിയിട്ടാണ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് കുറച്ചുകൂടി ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോൺസ് ആവശ്യമുള്ള ഒരു ഏരിയ ആണ് പോയിസൺ ഇൻഫർമേഷൻ സർവീസസ്. ഡീൽസ് വിത്ത് റിസ്ക് അസസ്മെന്റ്, ഡയഗ്നോസിസ്, മാനേജ്മെന്റ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് എക്സ്പോഷർ ടു എനി പോയിസൺ. ഏതെങ്കിലും ഒരു പോയിസന്റെ എക്സ്പോഷർ പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡയഗ്നോസിസിന് വേണ്ടിയിട്ട്, റിസ്ക് അസസ്മെന്റ് നടത്താൻ വേണ്ടിയിട്ടാണ് പോയിസൺ ഇൻഫർമേഷൻസ് ആവശ്യം വരിക.
പോയിസൺ ഇൻഫർമേഷൻസ് മോർബിഡിറ്റി മോർട്ടാലിറ്റിയും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എയിം ചെയ്യുന്നത്. Aim is to reduce morbidity and mortality due to poisoning and improve patients' quality of life. 1995 ഫെബ്രുവരിയില് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ന്യൂഡൽഹിയിലാണ് ആദ്യത്തെ നാഷണൽ പോയിസൺ ഇൻഫർമേഷൻ സെന്റർ സ്ഥാപിച്ചത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമക്കോളജിയിലായിരുന്നു ഈ NPIC, നാഷണൽ പോയിസൺ ഇൻഫർമേഷൻ സെന്റർ. സോ പോയിസൺ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? കെമിക്കൽസ്, പെസ്റ്റിസൈഡ്സ് പോലത്തെ വസ്തുക്കളുടെ ടോക്സിക് ഇഫക്ട്സ്, ഹസാഡസ് മെറ്റീരിയൽ സ്പിൽസ്, ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ്, overdose of therapeutic medicines like mushrooms, animal toxins like bites of snakes, spider and venomous creatures and stings. Then poison information center എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് യൂണിറ്റ് ആണ്. പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓൺ പ്രിവെൻഷൻ, early diagnosis and treatment of poisoning and hazard management. Then aim is to reduce morbidity and mortality due to poisoning and improve patient quality of life. First, പോയിസൺ ഇൻഫർമേഷൻ സെന്റർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമക്കോളജി, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ന്യൂഡൽഹിയിലാണ്. 1995 ഫെബ്രുവരിയിലാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. നെക്സ്റ്റ് വൺ, പോയിസൺ ഇൻഫർമേഷൻ സർവീസസിന്റെ ഫങ്ഷൻസ്. ഒന്ന്, പേഷ്യന്റിന്റെ മാനേജ്മെന്റ്. ദെൻ ടോക്സിക്കോളജിക്കൽ അനലിറ്റിക്കൽ സർവീസസ്, അതായത് ടോക്സിക്കോളജിക്കൽ ആയിട്ടുള്ള അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട്. ദെൻ ടോക്സിക്കോ വിജിലൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആൻഡ് പബ്ലിക്, പ്രിവെൻഷൻ ഓഫ് പോയിസണിംഗ്, റിസർച്ച് ഇൻ പോയിസണിംഗ്, ഡെവലപ്മെന്റ് ഓഫ് തെറാപ്യൂട്ടിക് ഗൈഡ്ലൈൻസ് ഓർ പ്രോട്ടോകോൾസ് ഫോർ പോയിസൺ മാനേജ്മെന്റ്, മെയിൻറ്റെയിൻ ആക്യുറേറ്റ് റെക്കോർഡ് ഓഫ് ഓൾ ക്വറീസ് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആൻഡ് മെയിൻറ്റെയിൻ ഇൻഫർമേഷൻ റിസോഴ്സസ്. അപ്പൊ ഇതെല്ലാമാണ് പോയിസൺ ഇൻഫർമേഷൻ സെന്ററിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? പേഷ്യന്റ് management, toxicological analytical services, toxicovigilance, education and training of healthcare professionals and public, prevention of poisoning, research in poisoning, development of therapeutic guidelines or protocols of poison management, maintain accurate record of all queries, and participate in continuing education, update and maintain information resources. നെക്സ്റ്റ് വൺ ഈസ് പോയിസൺ ഇൻഫർമേഷൻ റിസോഴ്സസ്. അതും 3 തരം റിസോഴ്സസ് ആണുള്ളത്. പ്രൈമറി റിസോഴ്സസ്, സെക്കൻഡറി റിസോഴ്സസ് ആൻഡ് ടെർഷ്യറി റിസോഴ്സസ്. ഫസ്റ്റ് വൺ ഈസ് പ്രൈമറി റിസോഴ്സസ്. ഇത് ജേർണൽസ് ആണ് വരിക. ജേർണൽസിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള റിസർച്ച് ആർട്ടിക്കിൾസ് ഒക്കെയാണ് വരുന്നത്. അപ്പോ ചില ജേർണൽസിന്റെ നെയിംസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഹ്യൂമൻ ആൻഡ് എക്സ്പെരിമെന്റൽ ടോക്സിക്കോളജി, ഓൺലൈൻ ജേർണൽ സ്കാനിംഗ് സർവീസസ് ലൈക്ക് AME, DEO, current awareness in clinical toxicology, etc. Clinical toxicology, neurotoxicology, pharmacology and toxicology, toxicology and applied pharmacology, Journal of Medical Toxicology, Indian Journal of Toxicology, etc. ഇതെല്ലാം പ്രൈമറി റിസോഴ്സസ് ആണ്. ഇതെല്ലാം റിസർച്ച് ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ജേർണൽസിന്റെ പേരാണ് ഈ കൊടുത്തിരിക്കുന്നത്. Then next one is secondary sources. Secondary sources വരുന്നത് ഡേറ്റാബേസസ് ആണ്. മെയിൻലി പോയിസ് ഇൻഡെക്സ്, ഹൈപ്പർടോക്സ്, ഇൻടോക്സ്, ടോക്സിൻസ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റാബേസസ് ആണ്. ഇതിൽ നിന്നാണ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ക്വിക്ക് ആയിട്ട് റിട്രൈവ് ചെയ്തെടുക്കുക. പോയിസൺ ഇൻഫർമേഷൻസ് ക്വിക്ക് ആയിട്ട് റിട്രൈവ് ചെയ്യാനുള്ള ഡേറ്റാബേസസ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പോയിസ് ഇൻഡെക്സ്, ഹൈപ്പർടോക്സ്, ഇൻടോക്സ് ആൻഡ് ടോക്സിൻസ് ആണ്. ഇത് ഓൺലൈൻ ആയിട്ട് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ CD-ROM ആയിട്ട് അവൈലബിൾ ആണ്. കോമ്പാക്ട് ഡിസ്ക് ഫോർമാറ്റിൽ അവൈലബിൾ ആണ്. ഇനി സെക്കൻഡറി റിസോഴ്സസിന്റെ എക്സാമ്പിൾസ് ആണ് ഇതെല്ലാം. പോയിസ് ഇൻഡെക്സ്, ടോക്സ് സ്പേസ്, ഇൻടോക്സ്, മെഡ്ലൈൻ, ടോക്സിക്കോളജി അബ്സ്ട്രാക്ട്സ്, ടോക്സിലിൻ, എക്സ്പെർട്ട മെഡിക്ക ആൻഡ് ഇൻഡെക്സ് മെഡിക്കസ്. നെക്സ്റ്റ് വൺ ഈസ് ടെർഷ്യറി റിസോഴ്സസ്. ടെർഷ്യറി റിസോഴ്സസിൽ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് ഓഫ് മെഡിസിൻസ്, chemistry, pharmacology, analytical toxicology, animal and plant toxins of the region and standard medical dictionary ഒക്കെയാണ് വരുന്നത്. അതുകൂടാതെ ഫോർമുലറി മാനുവൽസ് വരാം. അതിൽ വരുന്നതാണ് അമേരിക്കൻ ഹോസ്പിറ്റൽ ഫോർമുലറി സർവീസസ്, ഡ്രഗ് ഇൻഫർമേഷൻ, ഇന്ത്യൻ ഫാർമക്കോപ്പിയ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫാർമക്കോപ്പിയ, ബ്രിട്ടീഷ് നാഷണൽ ഫോർമുലറി ഒക്കെ ഫോർമുലറി മാനുവൽസിൽ വരുന്നതാണ്. ടെർഷ്യറി റിസോഴ്സസ് തന്നെയാണിത്. നെക്സ്റ്റ് കാറ്റഗറി മെഡിക്കൽ ഡിക്ഷണറി ആണ്. ടെർഷ്യറി റിസോഴ്സസിൽ വരുന്നതാണ് മെഡിക്കൽ ഡിക്ഷണറി. സ്റ്റെഡ്മാൻസ് മെഡിക്കൽ ഡിക്ഷണറി, ഡോർലാൻഡ്സ് മെഡിക്കൽ ഡിക്ഷണറി, ഓക്സ്ഫോർഡ് മെഡിക്കൽ ഡിക്ഷണറി ഒക്കെ ടെർഷ്യറി റിസോഴ്സസ് ആണ്. ഇത് കൂടാതെ ടെക്സ്റ്റ് ബുക്സ്, toxicology handbook, pediatric toxicology handbook of poisoning in children, disposition of toxic drugs and chemicals in man, ഇതൊക്കെ ടെക്സ്റ്റ് ബുക്സ് ആണ്. ഇതൊക്കെ ടെർഷ്യറി റിസോഴ്സസിന് എക്സാമ്പിൾ ആണ്.
Then advantages and disadvantages of poison information resources. First one, advantages ആണ്. ഓവറോൾ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും പോയിസൺ ഇൻഫർമേഷൻ റിസോഴ്സസിൽ. അതുപോലെ തന്നെ കമ്പൈൻഡ് പ്രോഗ്രാംസ് ഷെയർ പേഴ്സണൽ ഇൻഫർമേഷൻ റിസോഴ്സസ് സ്പേസ് ആൻഡ് utility charges, improved access to information services, poisoning can be controlled at speed, it helps in providing round the clock services, speedy access to literature search and evaluation skills. Appo poison information സർവീസസിന്റെ അല്ലെങ്കിൽ റിസോഴ്സസിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ആണ് ഈ പറഞ്ഞത്. ഒന്ന്, ഓപ്പറേഷന്റെ ഓവറോൾ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ കമ്പൈൻഡ് പ്രോഗ്രാംസ് ഷെയർ പേഴ്സണൽ ഇൻഫർമേഷൻ റിസോഴ്സസ് സ്പേസ് ആൻഡ് യൂട്ടിലിറ്റി ചാർജസ്, ഇംപ്രൂവ്ഡ് ആക്സസ് ടു ഇൻഫർമേഷൻ സർവീസസ്, poisoning can be controlled at speed, and it helps in providing round the clock services. 24 hours available ആണ് poison information services, speedy access to literature search and education skills. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒറ്റൊരു സ്റ്റാഫാണ് ഇത് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ പോയിസൺ ഇൻഫർമേഷൻ പ്രൊവൈഡറിൽ ഉണ്ടാവുന്ന പ്രഷർ വളരെ കൂടുതലാണ്. അതാണ് ഡിസഡ്വാൻറ്റേജ്. കാരണം വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് അവൈലബിൾ ആയിരിക്കണം പോയിസൺ ഇൻഫർമേഷൻ. കാരണം റിസ്ക് മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ് പോയിസൺ ഇൻഫർമേഷൻ ആവശ്യമായിട്ട് വരിക. സോ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻഫർമേഷൻ കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് പ്രഷർ കൂടുതലായിരിക്കും പോയിസൺ ഇൻഫർമേഷൻ പ്രൊവൈഡറിൽ. ദെൻ ഹാൻഡിലിംഗ് പോയിസൺ ഇൻഫർമേഷൻ ക്വറി. ഒരു പോയിസൺ ഇൻഫർമേഷൻ ക്വറി വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന്. അപ്പോൾ അതിന് 7 സ്റ്റെപ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒബ്റ്റെയിൻ റിക്വസ്റ്റേഴ്സ് ഡെമോഗ്രാഫിക്സ്, കളക്ട് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ. തേർഡ് വൺ ഈസ് ആക്സസ് ദ പേഷ്യന്റ് കണ്ടീഷൻ. ഫോർത്ത് വൺ, ഡെവലപ്പ് ആൻഡ് കണ്ടക്ട് എ സെർച്ച് strategy, evaluate and provide information. Sixth one, conduct follow up and document. Seventh one, maintain confidentiality. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഒബ്റ്റെയിൻ റിക്വസ്റ്റേഴ്സ് ഡെമോഗ്രാഫിക്സ്. അപ്പൊ എന്താണ് റിക്വസ്റ്റേഴ്സ് ഡെമോഗ്രാഫിക്? അതായത് ഒരു ക്വറി, പൊട്ടൻഷ്യലി സീരിയസ് പോയിസണിങ് കേസസിനെ പറ്റിയുള്ള ഒരു ക്വറി ആണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ആൻസർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ കുറച്ച് ടോക്സിസിറ്റി മാത്രം ഉണ്ടാവുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഇൻഫർമേഷൻ അത്രയും വേഗം നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് റിക്വസ്റ്ററിന്റെ ഡെമോഗ്രാഫിക് എടുക്കേണ്ടത് അത്യാവശ്യമായിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കളക്ട് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ. കളക്ട് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിൽ ആരാണോ വിക്ടിം, പോയിസൺ എടുത്ത വിക്ടിം ആരാണോ ആ വ്യക്തിയുടെ ഏജ്, വെയിറ്റ്, സബ്സ്റ്റൻസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് നെയിം, അതുപോലെ തന്നെ ഏത് റൂട്ടിലാണ് ഈ പോയിസന്റെ കോണ്ടാക്ട് ഉണ്ടായത്, ഇഞ്ചക്ഷൻ ആണോ, ഇൻഹലേഷൻ, ഡെർമൽ, ഓക്കുലർ, അങ്ങനെ ഏത് വഴിയാണ് പോയിസണുമായിട്ട് കോണ്ടാക്ട് വന്നത്, അതുപോലെ എന്ത് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എന്ത് സ്ട്രെങ്ത്തിലാണ് ഈ പോയിസൺ ആളുടെ ശരീരത്തിൽ എത്തിയത്, ടൈം ഇലാപ്സ്ഡ് സിൻസ് എക്സ്പോഷർ, അതുപോലെ തന്നെ പേഷ്യന്റിന്റെ കണ്ടീഷൻ, സയൻസ്, സിംറ്റംസ് ഒക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ എന്ത് ട്രീറ്റ്മെന്റ് ആണ് റിസീവ് ചെയ്തതെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അയാളുടെ കറന്റ് ഹെൽത്ത് സ്റ്റാറ്റസ്, അതായത് ഇതുവരെ എന്തെങ്കിലും മരുന്ന് കഴിച്ചിരുന്നോ, എന്തെങ്കിലും അലർജികൾ ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉള്ള വ്യക്തിയാണോ എന്നൊക്കെ ഉള്ളത് കളക്ട് ചെയ്യുന്നതാണ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിൽ വരിക. അതായത് വിക്ടിമിന്റെ ഏജ്, വിക്ടിമിന്റെ വെയിറ്റ്, എന്ത് തരം പ്രോഡക്റ്റ് ആണ് ആ വ്യക്തിയുടെ ശരീരത്തിൽ എത്തിയത്, ഏത് റൂട്ടിലാണ് എത്തിയത്, ആ പോയിസന്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സ്ട്രെങ്ത്, അതുപോലെ തന്നെ എക്സ്പോഷർ നടന്നിട്ട് എത്ര സമയമായി, എന്തൊക്കെ സയൻസ് ആൻഡ് സിംറ്റംസ് ആണുള്ളത്, എന്ത് ട്രീറ്റ്മെന്റ് ആണ് ലഭിച്ചത്, ഇതെല്ലാം ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിൽ കളക്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ മെഡിക്കേഷൻ ഹിസ്റ്ററി, അലർജി, വേറെന്തെങ്കിലും കണ്ടീഷൻസ്, പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിൽ കളക്ട് ചെയ്യണം. നെക്സ്റ്റ് വൺ ഈസ് അസസ് ദ പേഷ്യന്റ് കണ്ടീഷൻ. പേഷ്യന്റിന്റെ കണ്ടീഷൻ അസസ് ചെയ്യണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രമാത്രം എമർജൻസി അല്ലെങ്കിൽ എത്രമാത്രം സീരിയസ് ആണ് കണ്ടീഷൻ, വിക്ടിമിന്റെ കണ്ടീഷൻ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പേഷ്യന്റിന്റെ കണ്ടീഷൻ അസസ് ചെയ്യുന്നത്. എത്രമാത്രം സീരിയസ് ആണോ അത്രയും എമർജൻസി ആയിട്ട് നമ്മൾ ഇൻഫർമേഷൻ അവൈലബിൾ ആക്കേണ്ടതുള്ളത് കൊണ്ടാണ് പേഷ്യന്റിന്റെ കണ്ടീഷൻ അസസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതുപോലെ തന്നെ എന്ത് തരം ടോക്സിൻ ആണോ ആ ടോക്സിസിറ്റി വളരെ കുറയ്ക്കുന്ന രീതിയിൽ ആയിരിക്കണം. അതായത് ആ ടോക്സിസിറ്റി എഫക്റ്റ് ബോഡിയിൽ ഉണ്ടാവുന്നത് വളരെ കുറയ്ക്കുന്ന രീതിയിലായിരിക്കണം. മിനിമൽ ടോക്സിസിറ്റി ഉണ്ടാവുന്ന രീതിയിൽ നമ്മൾ ഇൻഫർമേഷൻ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് പോയിസൺ ഇൻഫർമേഷൻ സെന്ററിന്റെ ഡ്യൂട്ടി.
ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡെവലപ്പ് ആൻഡ് കണ്ടക്ട് എ സെർച്ച് സ്ട്രാറ്റജി. അപ്പൊ ഒരു സെർച്ച് സ്ട്രാറ്റജി കണ്ടക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻഫർമേഷൻ റിസോഴ്സസിനെ പ്രയോറിറ്റൈസ് ചെയ്യണം. എന്ത് തരം ഇൻഫർമേഷൻ ആണ് ആവശ്യമുള്ളത് എന്നുള്ളത് വെച്ചിട്ട് ഇൻഫർമേഷൻ റിസോഴ്സസിനെ പ്രയോറിറ്റൈസ് ചെയ്യണം. അത് ലിറ്ററേച്ചർ ഹൈറാർച്ചി അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രൈമറി റിസോഴ്സസ് ആണോ, സെക്കൻഡറി റിസോഴ്സസ് ആണോ, ടെർഷ്യറി റിസോഴ്സസ് ആണോ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ കണ്ടെത്തി അതിനൊരു സെർച്ച് സ്ട്രാറ്റജി കണ്ടക്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. നെക്സ്റ്റ് വൺ ഈസ് ഇവാലുവേറ്റ് ആൻഡ് പ്രൊവൈഡ് ഇൻഫർമേഷൻ. അതായത് നമ്മൾ ഒരു സെർച്ച് സ്ട്രാറ്റജി കണ്ടുപിടിച്ച ഒരു ഇൻഫർമേഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കിട്ടിയ ഇൻഫർമേഷൻ നമ്മൾ തറവ് ആൻഡ് ക്രിട്ടിക്കലി ഇവാലുവേറ്റഡ് ആയിരിക്കണം. എന്നിട്ട് ഈ ഇൻഫർമേഷൻ അവൈലബിൾ ആക്കാൻ പാടുള്ളൂ. തറവലി ആൻഡ് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്ത ശേഷം മാത്രമാണ് നമ്മൾ റെസ്പോൺസ് ജനറേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇൻഫർമേഷന്റെ കൺസിസ്റ്റൻസി എൻഷുർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പേഷ്യന്റ് സ്പെസിഫിക് ആയിരിക്കണം നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ. അതായത് പേഷ്യന്റിന്റെ കണ്ടീഷൻസ്, അലർജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, മെഡിക്കൽ കണ്ടീഷൻസ്, അല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടുള്ള പേഷ്യന്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻഫർമേഷൻ വെർബലി, റിട്ടൺ അല്ലെങ്കിൽ പ്രിന്റഡ് ഫോമിലോ ഫാക്സ് ആയിട്ടോ മെയിൽ ആയിട്ടോ ഏതാണോ അപ്രോപ്രിയേറ്റ് ആ രീതിയിൽ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യണം. ദെൻ കണ്ടക്ട് ഫോളോ അപ്പ് ആൻഡ് ഡോക്യുമെന്റ്. പോയിസൺ ഇൻഫർമേഷൻ സെന്ററിന് ഫോളോ അപ്പ് നടത്തുക എന്നുള്ളത് ഒരു വൈറ്റൽ ആയിട്ടുള്ള കാര്യമാണ്. കാരണം പേഷ്യന്റിന്റെ ഔട്ട്കം അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ഇൻഫർമേഷൻ വഴി പോയിസൺ മാനേജ്മെന്റ് നടന്നോ എന്ന് അറിഞ്ഞിരിക്കേണ്ടത് പോയിസൺ ഇൻഫർമേഷൻ സെന്ററിന്റെ ഡ്യൂട്ടിയാണ്. സോ ഫോളോ അപ്പ് ചെയ്യാന്നുള്ളതും അത് ഡോക്യുമെന്റഡ് ആക്കുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. ദെൻ മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി. ക്വറി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇഷ്യൂസും കോൺഫിഡൻഷ്യലി കീപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിന് കാരണം സോഷ്യോ ലീഗൽ റീസൺസ് ഒക്കെ കാരണം നമ്മളത് കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. എൻക്വയറിന്റെ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല ആരോടും. ഫാമിലി മെമ്പേഴ്സിനോടോ ഹെൽത്ത് കെയർ പ്രൊഫഷണലിനോടോ പോലും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല എൻക്വയറിന്റെ കൺസെന്റ് ഇല്ലാതെ. ഓക്കെ, സോ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. എൻക്വയറി നടത്തിയ വ്യക്തിയുടെ കൺസെന്റ് കൂടാതെ നമ്മൾ ആരോടും ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടുള്ളതല്ല. സോ പോയിസൺ ഇൻഫർമേഷൻ ക്വറി ഹാൻഡിൽ ചെയ്യുന്നതിന്റെ സ്റ്റെപ്സ്: റിക്വസ്റ്ററിന്റെ ഡെമോഗ്രാഫിക്സ് ഒബ്റ്റെയിൻ ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, വിക്ടിമിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, പേഷ്യന്റിന്റെ കണ്ടീഷൻ അസസ് ചെയ്യുക, ദെൻ സെർച്ച് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് കണ്ടക്ട് ചെയ്യുക. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി റിസോഴ്സിൽ ഏതാണ് സ്യൂട്ടബിൾ എന്നുള്ളത് വെച്ചിട്ട് സെർച്ച് സ്ട്രാറ്റജി കണ്ടക്ട് ചെയ്യുക. ദെൻ കിട്ടിയ ഇൻഫർമേഷൻ ഇവാലുവേറ്റ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഫോളോ അപ്പ് ചെയ്യുക. അതുകൂടാതെ അത് ഡോക്യുമെന്റഡ് ആക്കുക. കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. നെക്സ്റ്റ് വൺ ഈസ് ഡ്രഗ് ഇൻഫർമേഷൻ സെന്ററും പോയിസൺ ഇൻഫർമേഷൻ സെന്ററും തമ്മിലുള്ള ഡിഫറൻസസ് ആണ്. അപ്പോ ഫസ്റ്റ് വൺ ഈസ് ഡ്രഗ് ഇൻഫർമേഷൻ സെന്റർ. ഡ്രഗ് ഇൻഫർമേഷൻ സെന്ററിലെ ക്ലയന്റ് എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആയിരിക്കും. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിലാണ് നമ്മൾ ഡ്രഗിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരുന്നത്. പോയിസൺ ഇൻഫർമേഷൻ സെന്ററിലെ ക്ലയന്റ് എന്ന് പറയുന്നത് മെയിൻലി ജനറൽ പബ്ലിക് ആയിരിക്കും പോയിസൺ ഇൻഫർമേഷൻ സെന്ററിലെ ക്ലയന്റ്. Then expected call volume. എക്സ്പെക്ടഡ് കോൾ വോളിയം ഡ്രഗ് ഇൻഫർമേഷൻ സെന്ററിന്റെ കാര്യത്തിൽ മിനിമൽ ആയിരിക്കും. അതായത് ഡ്രഗ് ഇൻഫർമേഷൻ സെന്ററിലേക്ക് ഒരു ക്വറി വന്നു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് നമ്മൾ കൊടുക്കുന്നത് വരെ വളരെ കുറച്ച് ഫോളോ അപ്സ് അതിന്റെ ഇടയിൽ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ പോയിസൺ ഇൻഫർമേഷൻ സെന്ററിന്റെ കേസിൽ കോൾ വോളിയം എന്ന് പറയുന്നത് എക്സ്പെക്ടഡ് കോൾ വോളിയം മാക്സിമം ആണ്. കാരണം അതൊരു സീരിയസ് ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ട് വരുന്നതായതുകൊണ്ട് ഡ്രഗ് ഇൻഫർമേഷൻ സെന്ററിൽ ഹൈയും പോയിസൺ ഇൻഫർമേഷൻ സെന്ററിൽ ലോയും ആയിരിക്കും. റിപ്ലൈ ടൈം കൂടുതൽ എടുക്കുക ഡ്രഗ് ഇൻഫർമേഷൻ സെന്ററും ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോൺസ് ആവശ്യമുള്ളത് പോയിസൺ ഇൻഫർമേഷൻ സെന്ററിലുമാണ്. ദെൻ ഇൻഫർമേഷൻ റിസോഴ്സസ് വളരെ കുറച്ചാണ് ഡ്രഗ് ഇൻഫർമേഷൻ സെന്ററിൽ ആവശ്യം വരിക. പക്ഷെ പോയിസൺ ഇൻഫർമേഷൻ സെന്ററിൽ വളരെ കൂടുതൽ വേണം. കാരണം പോയിസൺ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ടോക്സിസിറ്റി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു സീരിയസ് ഇഷ്യൂ ആയതുകൊണ്ട് ഇൻഫർമേഷൻ റിസോഴ്സസ് കൂടുതൽ ആവശ്യമായിട്ട് വരും. ദെൻ വർക്കിംഗ് അവേഴ്സ് റെഗുലർ വർക്കിംഗ് അവേഴ്സ് ആയിരിക്കും ഡ്രഗ് ഇൻഫർമേഷൻ സെന്ററിന്റെ. പക്ഷെ പോയിസൺ ഇൻഫർമേഷൻ സെന്റർ റൗണ്ട് ദ ക്ലോക്ക് റൗണ്ട് ദ ഇയർ വർക്കിംഗ് ആയിരിക്കണം. 24 അവേഴ്സും വർക്കിംഗ് ആയിരിക്കാം. ദെൻ സ്റ്റാഫ് റിക്വയർമെന്റ് ഡ്രഗ് ഇൻഫർമേഷൻ സെന്റർ അത്ര കോംപ്ലക്സ് അല്ലാത്തതുകൊണ്ട് ഫ്യൂവർ നമ്പേഴ്സ് മതി. പോയിസൺ ഇൻഫർമേഷൻ സെന്ററിൽ ഗ്രേറ്റർ നമ്പർ ഓഫ് വർക്കിംഗ് സ്റ്റാഫ് ആവശ്യമാണ്.
ഓപ്പറേഷൻ കോസ്റ്റ് ലെസ് എക്സ്പെൻസീവ് ആണ് ഡ്രഗ് ഇൻഫർമേഷൻ സെന്റർ. പോയിസൺ ഇൻഫർമേഷൻ സെന്റർ കൂടുതൽ എക്സ്പെൻസീവ് ആണ്. ദെൻ ഫൈനാൻഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഡ്രഗ് ഇൻഫർമേഷൻ സെന്ററിന് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ ഡ്രഗ് ഇൻഫർമേഷൻ സെന്റർ അവർ തന്നെയായിരിക്കും, സ്പോൺസറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയായിരിക്കും. പോയിസൺ ഇൻഫർമേഷൻ സെന്റർ ഗവൺമെന്റ്, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പബ്ലിക് ആയിരിക്കും ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഡ്രഗ് ഇൻഫർമേഷൻ സെന്ററിന്റെയും പോയിസൺ ഇൻഫർമേഷൻ സെന്ററും തമ്മിലുള്ള ഡിഫറൻസ്. ഡ്രഗ് ഇൻഫർമേഷൻ സെന്ററിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനാണ് ഡേറ്റ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇൻഫർമേഷൻ റിസോഴ്സസ് വളരെ കുറച്ച് മതി, റിപ്ലൈ ടൈം കൂടുതലായിട്ട് കിട്ടും. വർക്കിംഗ് അവേഴ്സ് വീക്കെൻഡ്സിലൊന്നും വേണ്ടി വരില്ല, റെഗുലർ വർക്കിംഗ് അവേഴ്സിൽ മാത്രമാണ് വർക്ക് ചെയ്യുക. ദെൻ സ്പോൺസറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഫിനാൻഷ്യൽ സപ്പോർട്ട് തരിക. പക്ഷെ പോയിസൺ ഇൻഫർമേഷൻ സെന്ററിൽ ക്ലയന്റ് എന്ന് പറയുന്നത് ജനറൽ പബ്ലിക് ആണ്. അത് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ആവശ്യമുള്ളതാണ്, കൂടുതൽ വർക്കിംഗ് സ്റ്റാഫ് ആവശ്യമാണ്. 24 hours റൗണ്ട് ദ ക്ലോക്ക്, റൗണ്ട് ദ ഇയർ അവൈലബിൾ ആയിരിക്കണം പോയിസൺ ഇൻഫർമേഷൻ സെന്റർ. കൂടുതൽ എക്സ്പെൻസീവ് ആണ്. ഗവൺമെന്റ്, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പബ്ലിക് ആണ് ഫിനാൻഷ്യൽ സപ്പോർട്ട് തരുന്നത്. അപ്പൊ ഇത്രയാണ് ഡ്രഗ് ഇൻഫർമേഷൻ സെന്ററും ഡ്രഗ് ഇൻഫർമേഷൻ പോയിസൺ ഇൻഫർമേഷൻ സർവീസസും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്സ്.